ഒരു 2-3 സെക്കൻഡ് മതി. തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് വാർത്തകൾ വിശകലനം. വാർത്തകളിലേക്ക് ഒരു ചൂഴ്ന്ന് ഇറക്കം, ചൂഴ്ന്ന് നോട്ടം, പിന്നെ അതുപോലെ തന്നെ വാർത്തകളിലേക്ക് ഒരു എത്തി നോട്ടം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വാർത്തകളെ കീറി മുറിക്കുന്നു, വാർത്തകളുടെ യാഥാർത്ഥ്യം എന്ത്, വാർത്തകളുടെ സത്യങ്ങളെ തിരയൽ, അല്ലെങ്കിൽ വാർത്തകളിലെ കള്ളത്തരങ്ങൾ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇത് അങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും. എൻ്റെ പരിപാടിയുടെ പേരാണ് ഈ പേരുകൾ ഏത് വേണമെങ്കിലും വിടാം. പിന്നെ നേരത്തേക്ക് നമ്മളെ എന്തൊക്കെയോ വ്ളോഗർ മറ്റേ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത്, പക്ഷേ ശരിക്കും അങ്ങനെയല്ല. വാർത്താ വിശകലന കേന്ദ്രം കൊച്ചി യൂണിറ്റ്. വാർത്തകൾ വിശദമായി. ഇത് കണ്ടോ, ഈ വാർത്തയ്ക്ക് വിശദാംശങ്ങളിൽ പോയോ? വിശദമല്ല. ഇതെന്താണ്? ഇത് കണ്ടോ, ദൂരദർശൻ വാർത്തകൾ വായിക്കുന്നത്. എഴുകുംവയൽ ഇരട്ടക്കൊലപാതകം, അച്ഛനെയും അമ്മയും തന്റെ സന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞു. കൊലപാതകത്തിന് കാരണം പറഞ്ഞ് പ്രതി അജീഷ്. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്താ കാര്യം എന്നറിയോ? ഇങ്ങനെ അല്ല അത് വായിക്കണ്ടേ. ഇങ്ങനെ ആർക്കും വായിക്കാം, മനസ്സിലായോ? പക്ഷെ വാർത്തകൾ വായിക്കുമ്പോൾ അതിൻ്റെ കുത്തും കോമയും സ്ട്രെസ്സും അതിൻ്റെ എംഫസിസ് ചെയ്യേണ്ട അതൊക്കെ ഇല്ല, അതൊക്കെ സരപുടത ഇതൊക്കെ വേണം. കട്ട് ചെയ്യണം. എഴുകുംവയൽ ഇരട്ടക്കൊലപാതകം, അച്ഛനെയും അമ്മയും തൻ്റെ സന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞു. കൊലപാതകത്തിന് കാരണം പറഞ്ഞ് പ്രതി അജീഷ്. ഇപ്പൊ കാര്യം മനസ്സിലായോ? നേരത്തെ വായിച്ചത് മനസ്സിലാത്ത രീതിയിൽ വേണേൽ വായിക്കാൻ പറ്റും. എഴുകുംവയൽ ഇരട്ടക്കൊലപാതകം, അച്ഛനെയും അമ്മയും തൻ്റെ സന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞു, കൊലപാതകത്തിന് കാരണം പറഞ്ഞ് പ്രതി അജീഷ്. മനസ്സിലായോ? അതാണ് നമ്മൾ റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. എനിക്കിത് സ്കൂൾ തൊട്ടേ ഇച്ചിരി കൂടുതലാണ്. എന്താ കാരണം? നല്ലപോലെ നാക്ക് പഠിക്കും. മനസ്സിലായി? നാക്ക് പഠിച്ചാൽ അച്ചടപ്പൂത്തികൾ കൂടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ എന്ത് ചെയ്യുന്നറിയോ, ഈ ക്ലാസ്സിൽ ടീച്ചർമാരൊക്കെ എന്നെ കൊണ്ടാണ് ഈ ടെക്സ്റ്റ്, എൻ്റെ പണിയായി പിന്നത്. ഞാൻ നേരെ ഫ്രണ്ടിൽ ചെന്നിരിക്കണം, ടെക്സ്റ്റ് ഒക്കെ വായിച്ചോണ്ട് ഇങ്ങനെ വൻ സീനാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ കുറച്ച് മിമിക്രി കാണിക്കേ. അപ്പോൾ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് മാറ്റും. അപ്പോൾ ഞാൻ എന്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ പോവല്ലേ, എഴുകുംവയൽ ഇരട്ടക്കൊലപാതകം, അച്ഛനെയും അമ്മയും തന്റെ സന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ സൗണ്ട് മാറ്റും. ഇങ്ങനെയല്ലത്, ദൈവം പറഞ്ഞു കൊലപാതകത്തിന് കാരണം, അങ്ങനെയല്ല, കൊലപാതകത്തിന് കാരണം പറഞ്ഞ പ്രതി അജീഷ് കരിമ്പാറ എന്ന് പറയും. അപ്പോഴത്തേക്കും ടീച്ചർമാർ വായിച്ചത് മതി എന്നൊക്കെ പറയും. അപ്പൊ അതെന്റെ സ്ഥിരം പരിപാടിയാ. അത് മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഈ പരിപാടി അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പൊ വാർത്ത വായിക്കാൻ പറഞ്ഞാൽ ഞാനങ്ങ് വായിക്കും. മനസ്സിലായോ? ഇവിടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കൊലപാതകത്തിന്റെ പിന്നിൽ സംഭവിച്ചതെന്ത്? ഈ കൊലപാതകത്തിന്റെ കാരണം എന്ത്? ആരാണ് ഈ കൊലപാതകം ചെയ്തത്? അജീഷ് ആണ് കൊലപാതകം ചെയ്തത്. അജീഷ് പ്രതിയാണ്. കൊലപാതകത്തിന് കാരണമാണ് അജീഷ് പറഞ്ഞത്. എന്താണ് കാരണം? ആ കാരണമാണ് അച്ഛനെയും അമ്മയും തന്റെ സന്നിധിയിലേക്ക് വിടാൻ ദൈവം പറഞ്ഞു. ഇതെവിടെയാണ് നടന്നത്? ഇത് നടന്ന സ്ഥലത്തിന്റെ പേരാണ് എഴുകുംവയൽ. എഴുകുന്ന വയൽ, എഴുകുമ്പോൾ വയൽ, വയലിൽ എഴുകും, എഴുകും വയലിൽ ഇരട്ട കൊലപാതകം, ഇരട്ട 2, അങ്ങനെ കൊലപാതകം, 2 കൊലപാതകം. ഇതാണ് വാർത്തകളുടെ വിശദാംശം. ആ 2 കൊലപാതകം ആരുടേതായിരുന്നു? അച്ഛന്റെയും അമ്മയുടെയും കൊലപാതകം. ആ മകൻ ഭാര്യയുടെയും ഭർത്താവിന്റെയും, ഒരു ഭാര്യയും ഭർത്താവിനെയും കൊന്നിരിക്കുകയാണ്. ആരാണ് കൊന്നത്? ഒരു മകളെയും മകനെയും കൊന്നിട്ടുണ്ട്. സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന 2 വയോധികരെ മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഒരു സഹോദരനെ കൊന്നിട്ടുണ്ട്, ഒരു സഹോദരിയെ കൊന്നിട്ടുണ്ട്, ഒരു അയൽവാസിയെ കൊന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും മാത്രമല്ല ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വിശദമായ അംശങ്ങൾ തിരിയുമ്പോൾ എല്ലാ അംശവും നമ്മൾ എടുക്കണം. ഓരോ അരിമണിയും നമ്മൾ പെറുക്കിയെടുക്കണം. ഇതാണ് അംശം, വിശദമായ അംശം, വിശദത്തിന്റെ അംശം, അംശത്തിന്റെ വിശദാംശം, അംശം വിശദം. അങ്ങനെയാണ് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നത്. ഇനി വിശകലനം എന്താണ് എന്ന് ചോദിച്ചാൽ, ശീഘ്രസ്ഖലനം പോലെ ഒരു വിശദസ്ഖലനമല്ല, വിശകലനം, വിഷകല, ശശികല, ആയോധനകല, കലാപരമായ വാസനയുണ്ടോ നിനക്ക് കലാപരമായ കഴിവുണ്ടോ? അപ്പോൾ അതിന്റെ വിശകലനം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശദാംശങ്ങൾ കിട്ടിയല്ലോ നമുക്ക്. അംശങ്ങളിൽ നിന്ന് നമുക്ക് കലനം നടക്കത്തില്ല. വീഡിയോ ക്ലിപ്പിംഗ്സ് വീഡിയോ എടുത്തിട്ടില്ല ആള്. വീഡിയോ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഇത് തൽക്കാലം നമുക്ക് അറിയേണ്ടത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടായിരിക്കും അജീഷ് അവന്റെ മാതാപിതാക്കളായ മാതാവിനെയും പിതാവിനെയും അച്ഛനെയും അമ്മയെയും, ഫോർ എക്സാമ്പിൾ ഹിസ് ഫാദർ ആൻഡ് മദർ ഈസ് ഗോയിങ് ടു ബി ഡെഡ് ഇൻ ദ നെക്സ്റ്റ് 24 hours of the എഴുകുംവയൽ ഇരട്ടക്കൊലപാതകം. 2 murders. Okay, that is what is happening. You know, he is killing the mother. Double murder of Erkumwayal, double murder committed by Ajish, the Pradi, of the mother and father. He said what do you say, conviction or what is that? Oh, okay, that is what is there. This is why he killed his father. His God asked them to send to his place. To send them, he need to kill them. Otherwise, there is no other way to reach the God. That is what is the belief of the
people in this kind of areas of they are thinking. Ezhugum people don't know any other way to take their father and mother to the home of their God. Okay. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് പ്രേക്ഷകരുണ്ട്, നമ്മളിവിടെ ഒത്തിരി ഇംഗ്ലീഷുകാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കും. വേറൊന്നും വിചാരിക്കരുത്, അത് ഞങ്ങൾ അങ്ങനെയാണ്. നമുക്ക് ഇവിടെ ഒരുപാട് പേര്, ഫോർ എക്സാമ്പിൾ പൃഥ്വിരാജ്, പാർവതി തുരുത്ത്, അങ്ങനെയുള്ളവർക്കൊന്നും മലയാളം പെട്ടെന്ന്, മാത്രമല്ല മോഹൻലാലിൻ്റെ മോൾക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അവർ ഈ വാർത്ത അറിയണ്ടേ, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും കൊന്ന കാര്യം ആ കുട്ടിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് മേജർ രവി വീഡിയോ ഇട്ടല്ലോ. മേജർ രവി പറഞ്ഞിട്ട് പറയും അത് ആ കുട്ടിക്കൊന്നും അറിയില്ല, അതൊരു പൊട്ടക്കൊച്ചാണ്, അതിനൊരു വെണ്ട അറിയത്തില്ല, ഒരു കിഴങ്ങാണ് എന്നൊക്കെ വന്ന് പറഞ്ഞാലോ എന്ന് കരുതി നമ്മളൊരു കാര്യം, ഒരു വാർത്ത അറിയിക്കുമ്പോൾ എല്ലാവരും മോഹൻലാലിൻ്റെ മോള് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ ദ കൊലപാതകം ഈസ് ഹൗ ബൈ കനൈഫ് or by the ropes of the, or by the kerosene pouring and firing and with pushing them down or hitting with a hammer or with a rod and many ways to kill, but we don't have any kind of information in this news of the 24 news. Okay, and that is why I don't know, but I think this murder is something like that. Anyway, he murdered and this father and mother died, and we are not sure this mother and father reached God or not. So we have to investigate. That is what police is doing now. We have to get confirmation from the God. We need to get the confirmation from the God. So the police, Kerala police, is now investigating whether this mother and father reached God or not. So the Abhyantara Vagup of the Kerala, Ramesh Chennitthala, is taken this case very seriously in between the Tufan. Why? Because these two people, other if not reached God, where they go? Did they reach the God, or did they reach the hell in the Satan? If they didn't reach God, this person killing no use. This is a big problem. We are not sure. This person is also not sure. So I think we need to find these two people to hell or heaven or God or somewhere. Okay? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ഇന്ന് ഇതിനെ തുടങ്ങി തോന്നലൊന്നുമല്ല. ഇവന് നേരത്തെ പ്രശ്നമുള്ളതാണ്. ഞാൻ നേരത്തെ പറയും ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ചകൾ എന്തൊക്കെയാണ്. മാനസികാരോഗ്യത്തെ പറ്റി ആരോഗ്യ സുരക്ഷാ വകുപ്പിന് യാതൊരു ധാരണയില്ലാത്ത പോലെ മാനസിക രോഗികൾക്ക് വേണ്ടത്ര ചികിത്സയോ കരുതലോ അവർക്ക് കെയർ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഈ ചെറുപ്പം തൊട്ടേ പ്രശ്നമുള്ള പലരും ചികിത്സ കിട്ടാതെയും അവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നടക്കുന്ന ഇതൊക്കെ അല്ലെ. ഒരുത്തരും ഇങ്ങനെ തോന്നുന്നത് ഇത് എന്തൊരു ഡിഫ്യൂഷൻ, എന്തൊരു ഹാലുസിനേഷൻ, അവന് സ്കീസോഫ്രീനിയ, അതും അല്ലെങ്കിൽ അതിൽ കൂടേണ്ട സാധനം. അപ്പോൾ ഇയാള് ഈ കൊല ചെയ്യുന്ന ആളെ ഇപ്പൊ ജയിലിൽ കൊണ്ടിടും. ഇയാളെ ജയിലിട്ട് കാര്യം, ചേട്ടാ സ്വന്തം നള്ളേം തന്നേം തല്ലി കൊന്നിട്ട് സ്വർഗത്തിലോട്ട് കയറ്റി വിട്ടാന്ന് പറയുന്നവനെ ജയിലിൽ കൊണ്ടിട്ട് ശിക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ഈ ക്രൈമിൽ രണ്ട് തരം ക്രൈം ഉണ്ട്. ഒന്ന്, ഈ മാനസിക നില തെറ്റിയവർ കാണിക്കുന്ന കൊടും ക്രൂരതകൾ ക്രൈമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പക്ഷേ അവർക്ക് കിട്ടേണ്ട ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ജയിലിൽ കൊണ്ടുണ്ടാക്കുന്ന ആ പരിപാടിയല്ല. അവൻ അവിടെ ഇരിക്കും, അവൻ അവിടെ നിന്ന് ആലോചിക്കും അച്ഛനും അമ്മയും തന്നെ സ്വർഗത്തിൽ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കിയിരിക്കും, ഇനി സ്വർഗത്തിൽ ബിരിയാണി കൊടുക്കുന്നുണ്ടോ, ഇനി ഞാനിവിടെ അങ്ങോട്ട് പോയാലോ. അവനടുത്ത് അവൻ പോവും. അവൻ അത്രേ ഉള്ളൂ. അവന് ശരിക്കും വേണ്ടത് ചികിത്സ ആയിരുന്നു. നേരത്തെ തന്നെ ചികിത്സ വേണം. ഇയാളെ കണ്ടാ അറിയാടോ ഇയാൾക്ക് പ്രശ്നമുണ്ട്, കണ്ടോ അയാളെ മുഖത്തുണ്ടത് നോക്കി, കണ്ടോ ഞാൻ കാണിക്കാം. ഇയാളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, അല്ലേ ഒരു പ്രശ്നമുള്ള മനുഷ്യനല്ലാന്നോ ഇയാൾ. ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങൾ, ഈ വിശ്വാസം ഇപ്പം ഈ പറയുന്ന പോലെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തന്നെ കുറച്ച് പ്രശ്നം ഉണ്ടാവും ഇപ്പം ഇന്നത്തെ കാലത്ത്. പഴയ കാലത്ത് അത്ര ഇല്ല, കാരണം അന്ന് എല്ലാവരും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ വിശ്വസിച്ചു. അതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു മാർഗം. പക്ഷെ ഇന്നതല്ല. ശാസ്ത്രം പുരോഗമിച്ചു, ഇവിടെ എത്തിയിട്ടും ഇവരൊക്കെ ഇപ്പോഴും മറ്റേ എഴുകും വയൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലം എവിടെയാണോ എന്തോ അവിടെയൊക്കെ താമസിക്കുന്ന ഇവനൊക്കെ ദൈവം ഉണ്ടെന്നും ദൈവത്തിൻ്റെ അടുത്തോട്ട് അമ്മ അപ്പനെ നേരത്തെ പറഞ്ഞു വിടണം, ദൈവം പറഞ്ഞെന്നൊക്കെ പറഞ്ഞോട് തല്ലി കൊല്ലുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഇവന് ഭക്തി കൂടുതലാന്നല്ലേ മനസ്സിലാവണ്ടേ, അല്ലേ? ഭയങ്കര ദൈവഭയമുള്ള ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരുത്തനെ ഇവനോട് ദൈവം പറഞ്ഞു, എന്ത് ചെയ്യും ഇനി? ദൈവത്തിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? കൊല ചെയ്യുന്നതാണോ, കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണോ കുറ്റം? ഒന്ന് പറഞ്ഞേ. അങ്ങനെ ഉണ്ട് ദിലീപിനെ വെറുതെ വിടണം. ദിലീപിനോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, ദിലീപിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ദിലീപിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആരോ പറഞ്ഞെന്നും പറഞ്ഞല്ലേ? ഇവൻ പറയുന്ന ആരുടെ പേരാ? ദൈവം ഉണ്ടോ? ദൈവം ഇല്ലെന്ന് പോലീസ് പറയുമോ? ദൈവം ഇല്ലെന്ന് ഈ പറഞ്ഞ ഇവിടുത്തെ മന്ത്രി പറയുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ പറ്റുമോ ദൈവം ഇല്ലെന്ന്? അപ്പൊ തീർച്ചയായും ദൈവത്തിനെതിരെ കേസെടുക്കണം, അന്വേഷിക്കണം, ദൈവത്തെ കണ്ടെത്തണം. ദൈവം അബ്സ്കോണ്ടിങ് ആണല്ലോ. ദൈവം ജനിച്ചപ്പോഴേ അബ്സ്കോണ്ടിങ് അല്ല. നാളെ ചോദിക്കും. എനിക്കറിയാം ദൈവം അബ്സ്കോണ്ടിങ് ആണ്. ദൈവം മുങ്ങിയടക്കം എവിടെ ചെന്നാലും മുങ്ങിക്കളയും. എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ പ്രദേശത്ത് കാണത്തില്ല. തൂണും തുരുമ്പിലും ഉണ്ടെന്ന്, പക്ഷെ അവിടെ ബാത്തായിരിക്കുന്നേ. തുരുമ്പിന്റെ ഇടയിലൊക്കെ ബാത്തിരിക്കാൻ പറ്റൂടെ? സെപ്റ്റിക് ടാങ്ക് വരെ ദൈവ ചാടുക ചിലയിടത്തങ്ങ്. ദൈവത്തെ കാണാൻ വേണ്ടി തെരഞ്ഞു പോയി. ഞാൻ തൂണിലും തുരുമ്പിലും സെപ്റ്റിക് ടാങ്കിലും തിരഞ്ഞു, ദൈവത്തെ കണ്ടില്ല. ഒരു കൈ നിറച്ച് തീട്ടോ കേട്ടോ ഓരോരുത്തരിങ്ങനെ നിൽക്കും. മനസ്സിലായില്ലേ? ദൈവത്തെ തെരഞ്ഞു. അയ്യോ, അപ്പൊ അതല്ലേ അതിന്റെ. ദൈവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിനെതിരെ ഒരു FIR എങ്കിലും ഇടണം. ദൈവമെന്ന് പറയുന്ന ആ സാധനം
ഇവനെ പറഞ്ഞ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ച് അച്ഛനും അമ്മയും കൊല്ലു കഴിഞ്ഞിട്ട് ഇവനെ മാത്രം പിടിച്ചിട്ടിട്ട് ഓക്കെ കിട്ടിയവനെ പിടിച്ച് കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ തട്ടുക. ഓക്കെ, ഇഫ് യു ഡിഡ്ന്റ് ഗെറ്റ് ദ കട്ടവൻ യു ജസ്റ്റ് കിക്ക് ദ തട്ടവൻ അല്ലേ? അല്ല, ആ കിട്ടിയവൻ യു ജസ്റ്റ് കിക്ക്, യു ജസ്റ്റ് കിക്ക് ദ വൺ ഹു കോട്ട്, ഓർ യു ഡിഡ്ന്റ്, ഇഫ് യു ഡിഡ്ന്റ് ഫൈൻഡ് ദ one who cut, then kick the kit. Simple, very simple. We can solve the problem, you know, obviously. Yeah, of course, yeah, we can. It's already done. Seriously, obviously, because bird അത് ഡെന്നിസ് പറയണം ബേർഡൻ. അവനെ അറിയാം, ആ ടോൺ കറക്റ്റ് അയാൾക്ക് അറിയത്തുള്ളൂ. ഇതെല്ലാം പുള്ളിയുടെയാ. ഈ ബിക്കസും എന്താ പേര് സാധനം കൂടെ പറയും, മയിര് ഇതിനകത്തൊന്ന് പെറുക്കുന്ന പുള്ളി ഇരുന്ന്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഈ രീതിക്ക് നോക്കിയാൽ നമ്മളിപ്പോഴത്തെ ഈ കേസിന്റെ രീതി ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവിടുത്തെ നിയമവ്യവസ്ഥ ഈ വ്യക്തിയെ കാണുന്നത് എന്താ പറയാ, ഒരു കൊല ചെയ്ത ആളായിട്ട് അതിനകത്ത് FIR ഇടുക, അവരുടെ ഫോർമാലിറ്റി നോക്കുക. അപ്പൊ അയാൾ പറയുവാണ് ദൈവമാണ് എന്നെ കൊണ്ട് ചെയ്തത്, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ കൊന്നത്. അപ്പൊ അവർ ഉറപ്പായിട്ട് അതിനകത്ത് എഴുതി വെക്കും. അന്വേഷണം നടത്തേണ്ടി വരും. ദൈവത്തിന് വേണ്ടി തെരച്ചിൽ നടത്തേണ്ടി വരും. പോലീസിന് കണ്ടെത്താൻ പറ്റത്തില്ല, ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല, ഒരിക്കലും കണ്ടെത്താം. ദൈവത്തിനെ കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് പറ്റുന്ന ആരാ? പോലീസിനെ വെല്ലുവിളിക്കുന്നു. കേരള പോലീസിനെ കണ്ടുപിടിക്കുക. നിങ്ങളെ നമ്മൾ സമ്മതിച്ചു തരും. ഈ പറഞ്ഞ കൊലപാതകത്തിന് ഉത്തരവാദിയായ ആ ദൈവത്തിനെ നിങ്ങൾ കണ്ടെത്തിയാൽ കൊള്ളാം, സൂപ്പറാന്ന് പറയാം. ദൈവം എന്ന് പറഞ്ഞാലും അറസ്റ്റ് ജനിപ്പിക്കുന്നുണ്ട്, പലരെയും വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നുണ്ട്. മൊത്തം എല്ലാം ഇയാളാണ് ഇതിന്റെ ആള്. ഒന്നും നടക്കുന്നില്ല. പരിപാടി നിർത്തിയെടുക്കാം നമുക്ക്. ഇവിടുത്തെ സകല ക്രൈമും നിർത്താം. ഈ ദൈവത്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്താൽ മതി. കൊണ്ട് ജയിലിൽ വല്ല ഇടണേ ഇതിനെ. ഒരിക്കലും പുറത്തോട്ടിരുത് കേട്ടോ. പിടിച്ചോ അകത്തിട്ടേക്കാം, പിന്നെ ഇറങ്ങാൻ സമ്മതിക്കരുത്. അല്ലെ ഇതുപോലത്തെ അവന്മാർ ഇനിയും കൊല്ലുമല്ലേ. എത്ര പേര് വന്നിട്ടുണ്ടെന്നറിയോ? എടോ ഇത് കാലാകാലങ്ങളായി കൊല്ലുവന്ന്. പണ്ടത്തെ പുസ്തകമൊക്കെ ഉണ്ട്, ഈ ബൈബിൾ പോലത്തെ പുസ്തകം, ഖുർആൻ പോലത്തെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മക്കൾ കൊച്ചുങ്ങളെയൊക്കെ കൊല്ലാൻ പറഞ്ഞ ആളാ ഇയാള്. മനസ്സിലായില്ലേ? ബലിയാന്നൊക്കെ പറഞ്ഞ് സ്വന്തം മകനെയൊക്കെ. മനസ്സിലായോ? ദൈവത്തിന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നേ? മൃഗങ്ങളെ കൊല്ലുന്നു, കോഴിയെ കൊല്ലും, മാടിനെ കൊല്ലും, പോത്തിനെ കൊല്ലും. പിന്നെ ഇത്രയും വലിയ ക്രൈംസ് ചെയ്തിരിക്കുകയാണ്. ക്രിമിനൽ, ദ അൾട്ടിമേറ്റ് ക്രിമിനൽ, the one and only criminal, the man behind, the thing behind every crimes, every bloodshed, every war, every rape. There is God. ആ ഗോഡിനെ പറ്റി പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഗോഡ് രോമത്തെ തൊടാൻ പോലീസിന് പറ്റൂ ഇല്ല. അപ്പൊ ആ പ്രൊസീജിയർ നടക്കുമ്പോൾ കോടതി ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ഇതിനകത്ത് എത്രാമത്തെ പ്രതിയാണ് ഇവൻ? ഒന്നാം പ്രതിയാണോ രണ്ടാം പ്രതിയാണോ? ഇവൻ ഒന്നാം പ്രതി ആയിരിക്കും അല്ലേ? എങ്ങനെ എന്റെ നിയമം എനിക്കറിയത്തില്ല. നമുക്ക് ബബ്ലയെ വിളിച്ചാലോ? അഡ്വക്കേറ്റ് ബബ്ല താങ്കളോട് ചോദിക്കുകയായിരിക്കാം. നമുക്ക് ബബ്ലയെ ഒന്ന് വിളിച്ച് നോക്കാം അല്ലേ? എവിടെ എന്തോ ആയിരിക്കും, എന്തോ വല്ല സുപ്രീം കോർട്ടിലോ വല്ലതും ആയിരിക്കും. ഇപ്പൊ എന്നെ തെറി വിളിക്കും. നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണ്ടേ അല്ലേ? പോലീസുകാർ വിളിച്ച് ചോദിക്കണോ? പരിചയമുള്ള പോലീസുകാരെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കാൻ എങ്ങനെ ഈ കേസ് എടുക്കുന്നത്? മോഡസ് ഓഫ് ഓപ്പറാൻഡി. ഹലോ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്റ്റാറായ ഒരു അജീഷ് അയ്യങ്കാളി എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ താങ്കളുടെ വീഡിയോ കണ്ടിരുന്നു. നിയമത്തെ പറ്റിയും പോലീസ് പിടിച്ചതിനെ പറ്റിയും എഫിഷ്യൻസിയെ പറ്റിയൊക്കെ താങ്കൾ സംസാരിക്കുന്നത് വളരെയധികം രസകരമായ ഒരു കാഴ്ചയായിരുന്നു. ഞങ്ങളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് വിളിച്ചത്. വേണ്ടി വന്നാൽ എഡിറ്റ് ചെയ്യും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ ഒന്നും പേടിക്കണ്ട. എനിക്കൊരു സംശയം. അതായത് ഇവിടെ ഒരാൾ ഒരു കൊലപാതകം ചെയ്തു, സ്വന്തം അച്ഛനെ അമ്മയും തല്ലിക്കൊന്നിട്ട് അവൻ പറയുവാണ് ദൈവം പറഞ്ഞു അയാളെ അവരെ കൊന്ന് എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കാനായിട്ട് ഇയാൾ പറയുകയാണ്. അങ്ങനെ അയാൾ കൊന്നു. അപ്പൊ ഇതിനകത്ത് കേസ് എടുക്കുമ്പോൾ ദൈവത്തിനെതിരെ കേസ് എടുക്കൂ? എന്താ അതെന്താ എടുക്കാത്ത? പ്രേരിപ്പിച്ചില്ല, കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു കുറ്റമല്ലേ? സർക്കാരിന്റെ പേരിൽ എങ്ങനെ എന്തിനു കേസ് എടുക്കണം? ദൈവം ഉണ്ടല്ലോ. അങ്ങനെയാണ് അയ്യോ, അതല്ല വിഷയം. ഇവിടുത്തെ നമ്മളെ പ്രൊസീജിയർ, നമ്മളൊരു FIR ഇടുന്നു. അപ്പോൾ പോലീസ് ചോദിക്കുന്നു. ആ ചോദിക്കുമ്പോൾ അയാൾ പറയാണ് ഞാൻ കൊന്നു എന്നുള്ളത് ശരിയാണ്, ഞാൻ കൊന്നു. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞു ഈ രണ്ടുപേരെയും അയാളുടെ സന്നിധിയിൽ എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് എത്തിക്കണമെങ്കിൽ ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവത്തെ കണ്ടുപിടിക്കണ്ടേ? ദൈവം ഇല്ലെന്നൊന്നും ആരും പറയത്തില്ല. തൂണിനും തുരുമ്പിലൊക്കെ ഉണ്ട്. ഏതെങ്കിലും തുരുമ്പോ തൂണൊക്കെ പൊളിച്ചാണെങ്കിലും പോലീസ് ഇതിനെ കണ്ടുപിടിക്കണം. തൂണിലുണ്ടെന്നും തുരുമ്പിലുണ്ടെന്നും എല്ലാവർക്കും അറിയാം. സെപ്റ്റി ടാങ്കിലും ഉണ്ട്. അപ്പൊ അവിടെ തപ്പേണ്ടി വരും. പോലീസ്, കേരള പോലീസ് തപ്പണം. എല്ലായിടത്തും തപ്പേണ്ടി വരും. അവരുടെ ഓഫീസിലും തപ്പേണ്ടി വരും. കാരണം യൂണിഫോമിൽ വരെ ദൈവം ഉണ്ട്. ചിലപ്പോൾ വീട്ടിലിരിക്കുമായിരിക്കും, ഏതെങ്കിലും വക്കീലിന്റെ വീട്ടിലായിരിക്കും ദൈവം. മിക്കവാറും മുൻകൂർ ജാമ്യത്തിന്റെയും ഹൈക്കോടതി ചെന്ന് ജാമ്യം എടുക്കുന്നതിന്റെ ഡിസ്കഷന് വേണ്ടി 9 മണിക്കൂർ ദൈവം ഏതെങ്കിലും വക്കീലിന്റെ വീട്ടിലിരിക്കുകയാണെങ്കിലോ ബബില എടുത്തോണ്ടോ എനിക്ക് സംശയമുണ്ട്.
അല്ല ശരിയല്ലേ? അതെങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് അല്ല പിന്നെ ദിലീപിനോട് ഒരു ചോദ്യം പോലും ചോദിക്കരുത്. ഒരുത്തൻ ജയിലിൽ എങ്ങാണ്ടിരുന്ന് പറയുവാണ്, അല്ലെങ്കിൽ എന്തോ കത്തയച്ചു പൈസ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം ദിലീപ് അതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. ദിലീപിനോട് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രോൺ പറപ്പിച്ചാട്ടോ മീഡിയക്കാരെ ദൈവത്തിന്റെ വീടിന് മുന്നിലും ഡ്രോൺ പറപ്പിച്ച് റിപ്പോർട്ടർ ചാനലും പോലീസും അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യണം. അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും ഇയാൾക്ക് ഇതിനകത്ത് കൈയുണ്ടെന്നേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ല ഈ ദൈവം അറിയാതെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇവിടെ എന്തോരം ക്രൈം നടത്തിയ ആളാണെന്നറിയാള് ഇത്ര നാളെ പിടിച്ചിട്ടില്ല. പണ്ട് കാലം മുതൽ അബ്രഹാമിന്റെ മകനെ കൊല്ലാൻ പ്രേരിപ്പിച്ചു, എന്നിട്ട് ബലിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് യുദ്ധങ്ങൾ നടന്നു, ഇത്രയേറെ യുദ്ധങ്ങൾ, ഇത്രയേറെ കൊലപാതകങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ. എന്തിനധികം പറയുന്നു, ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന് ഈ പറയുന്ന കൂടെ താമസിച്ച ആളല്ല പിതാവെന്ന് പറയുന്നു, അതും ദൈവമാണെന്ന് പറയുന്നു. അങ്ങനെ എന്തെല്ലാം ക്രൈംസ് ഇവിടെ നടന്നെന്നറിയാവോ ദൈവത്തിനെ കൊണ്ട്? എന്നിട്ട് ഇതുവരെ പോലീസ് അന്വേഷിച്ച് കിട്ടുന്നില്ല. സുകുമാരക്കുറുപ്പും ദൈവം തമ്മിൽ എന്താണ് ബന്ധം? സുകുമാരക്കുറുപ്പാണോ ഇനി ദൈവം? പോലീസിന് പിടിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ദൈവമാണോ? ഇപ്പം ബബലിക്കാണ് കേസ് ഇടുന്നെങ്കിൽ ബബൽ എന്ത് ചെയ്യും പറ? ആ ഞങ്ങൾ എഴുതി വിടും, ഞങ്ങൾ പോലീസുകാരാ. ഞങ്ങൾ അങ്ങ് എഴുതി കോടതിയിട്ടങ്ങ് ഇടത്തേ ഉള്ളൂ. ദൈവം എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു പറഞ്ഞൊരു കൊന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും കേസ് ചെയ്യാൻ പോകുന്നത്? അയാളെ വെറുതെ വിടുവോ? ഇല്ലല്ലോ. ആരെയാ ദൈവത്തിനെ വെറുതെ വിടുവോന്നാ ചോദിച്ചേ? അത് പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ദൈവത്തിനെ എങ്ങനെ വെറുതെ വിടാൻ പറ്റും? ദൈവം ഇനിയും ചെയ്യത്തില്ല ഇതൊക്കെ. കാരണം ഇതുപോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അവരോടൊക്കെ ചെന്നിട്ട് പറയുക ദൈവം ഇങ്ങനെ പറയുക, അതുകൊണ്ട് ആ പെങ്ങളെ കൊന്നേക്ക്, ഭാര്യയെ കൊന്നേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ക്രൈം ആവർത്തിക്കുമല്ലോ ചെയ്യുന്നത്. അയാളാണ് ഇതിന്റെ എല്ലാം പിന്നിൽ എല്ലാവർക്കും അറിയാന്ന്. ദൈവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ? ദൈവം ഉണ്ടോ? പോലീസുകാരെ അന്വേഷിക്കണം, ഇതിന്റെ ഹിസ്റ്ററി എടുക്കണം. ദൈവത്തിന്റെ പേരിൽ ആരോ ഒന്നും എഡ്യൂക്കേറ്റ് ചെയ്തിട്ടില്ല അവനെ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദിലീപിനെ വിളിപ്പിച്ചെങ്കിൽ ദൈവത്തിനെ വിളിപ്പിക്കണം. കറക്റ്റ് ആയിരുന്നെങ്കിൽ എഡ്യൂക്കേഷൻ കറക്റ്റ് ആയിരുന്നെങ്കിൽ അത് ചെയ്യൂലല്ലോ. എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആരോ ഒന്ന് അവനെ അല്ലാതെ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടെന്നേ. അപ്പോഴും നമ്മൾ ഈ പറയുന്നത് ദൈവം ഉണ്ടല്ലോ, ദൈവം ഉണ്ട്. അപ്പൊ ദൈവത്തിനെ ദൈവം അറിഞ്ഞൊന്നും ചോദിക്കണ്ടേ? പോലീസ് ചോദ്യം ചെയ്യണം. ഉറപ്പായിട്ടും പോലീസ് ദൈവത്തെ ചോദ്യം ചെയ്ത് ഒരു നോട്ടീസ് ഇവിടെ ഉടൻ തന്നെ ഒരു നോട്ടീസ്. ഞാൻ ചോദിക്കട്ടെ, ചില ദൈവം ഉണ്ടെന്ന് പറയുന്നു. ചില മതങ്ങൾ പറയുന്നു രാവിലെ മുതൽ ആണ് ഭക്ഷിക്കേണ്ടതെന്ന്. ചില മതങ്ങൾ പറയുന്നു രാത്രി, അതായത് പുലർച്ചെ ആണ് ഭക്ഷിക്കേണ്ടതെന്ന് പറയുന്നു. ബാക്കി സമയത്ത് ഒക്കെ നോമ്പെടുത്തോളാം. മീൻസ് ലൈക്ക് മുസ്ലിംസ് നോമ്പെടുക്കുമ്പോ പുലർച്ചെയാണ് ഇതാക്കുക. ഒബ്ജക്ഷൻ ഹലോ എന്താ പറയുമല്ലോ, ഒബ്ജക്ഷൻ ഓവർറൂൾഡ് സസ്റ്റെയിൻഡ് ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരാളാണോ അതോ മൾട്ടിപ്പിൾ ആണോ? എന്തൊക്കെ ഇനി അത് മൾട്ടിപ്പിൾ ആണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും ഇവന്റെ ദൈവം ആരാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇവരോട് പറഞ്ഞു സിൻഡിക്കേറ്റ് ആയിരിക്കാം. എന്താണെങ്കിലും അവന്റെ ആ ദൈവത്തെ പോലീസ് കണ്ടെത്തണം, ചോദ്യം ചെയ്യണം. എത്ര ഒളിച്ചിരുന്നാലും കണ്ടെത്താൻ കഴിവുള്ളവരാണ് പോലീസ് എന്ന് ബബ്ല ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു. കേരള പോലീസ് ഭയങ്കര അന്വേഷിച്ച് എന്തും കണ്ടുപിടിക്കും. അയ്യങ്കാരിയോ അവന്റെ പേരെന്താണ്, അജീഷോ എന്റെ അടുത്ത് ആയെങ്കിൽ കണ്ടുപിടിച്ചു. അർജുൻ ആയെങ്കിൽ ഏത് വക്കീലിന്റെ വീട്ടിലിരുന്നാലും പൊക്കോ എന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് പ്രാപ്തരായ പോലീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. തൊപ്പിയുടെ കഥ ചവിട്ടി പൊളിച്ച പോലീസ് ഇവിടെ ഉണ്ട്. ആറാട്ടനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉണ്ട്. ചെയ്താൻ സ്വയമേ അവിടെ ചെന്ന് ഹാജരായപ്പോൾ അറസ്റ്റ് ചെയ്തെന്ന് കള്ളവാർത്ത അടിച്ചു വിട്ടിട്ട് തലേദിവസം എന്താ പറയണ്ടേ ഒളിവിലാണെന്ന് കള്ളവാർത്ത അടിച്ചു വിട്ട് CI എവിടെ? ഇതൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. എന്നിട്ട് തൂഫാൻ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇതുപോലൊരു കൊലപാതകം നടന്നു. പിന്നെ തൂഫാൻ പങ്കെടുത്തോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതിന് അങ്ങനെ പങ്കില്ലെന്നാ തോന്നുന്നത്. കാരണം ദൈവത്തിന്റെ പരിപാടി ഇത്. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ദൈവത്തിന്റെ റോള് നോക്കിയിട്ട് ഈ ദൈവത്തിനെ എങ്ങനെയാലും ഒന്നെങ്കിൽ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബോധവൽക്കരണം കൊടുക്കണം ആളുകൾക്ക്. ദൈവത്തിന്റെ ഒരാള് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതാരാ? ആരും അറിയാം. മറ്റേ അമ്മേനെയും അച്ഛനെയും പെങ്ങളെയും കൊന്നിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടല്ലോ. കേതനാണോ? ആണോ? കേതൻ ഡോക്ടറാണോ? പിന്നെ പോടുക. അല്ലല്ല അവൻ അതായിരിക്കത്തില്ല. എന്നാ ആരുടെ അമ്മ അച്ഛനെ പെങ്ങളെ കൊന്നു? അല്ലല്ല അവൻ അമ്മ അച്ഛനെ മാത്രമേ കൊന്നുള്ളൂ. കേരളത്തിൽ ആണോ? ആണോ? അവനകത്ത് കിടപ്പുണ്ട്. അവന് പക്ഷെ ദൈവമാണെന്നാണ് പറഞ്ഞേ. ആസ്ട്രൽ പ്രൊജക്ഷൻ നോക്കിയതാ. മോശം ഒത്തിരി അടുത്ത് നടക്കുന്നുണ്ടല്ലേ ഈ ദൈവം കാരണം. വിരുതി മറ്റേ ഇത് മനുഷ്യ നരഹത്യ ചെന്താമര. അയ്യോ അപ്പൊ ഈ ദൈവം കുറെ നാളായിട്ട് ഇങ്ങനെ നടന്നല്ലേ? ഓക്കെ ഞങ്ങൾ എന്നാ തിരിച്ചു വരാം. അത് ബാറ്ററി തീരാറായി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ സത്യമായിട്ട് ബാറ്ററി തീരും കേട്ടോ. പിന്നെ നിർത്തുവാ വീഡിയോ. ഓക്കെ ശരി എന്നാ. വക്കീലിനോട് കള്ളം പറയരുതെന്ന് അറിയാലോ. ഡോക്ടറാണെന്ന് വേണേ പറയാം. ശരി എന്നാ. ഓക്കെ